ഒരു കപ്പ് പച്ചരി നന്നായിട്ട് കൂത്തെടുക്കുക. ഇതിനകത്തേക്ക് 3 ഏലക്ക, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഉപ്പ്, അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങ, 3 ടേബിൾ സ്പൂൺ ചോറ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടി ഇടുക. എന്നിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. ഈ സമയത്ത് നമ്മൾ 3 ശർക്കര 1/2 കപ്പ് വെള്ളത്തിനകത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. ഒരു സൈഡിൽ നമ്മൾ കുക്കറിനകത്ത് ഇതേപോലെ തേങ്ങാക്കുത്ത് വറുത്തെടുക്കുക. അതേപോലെ തന്നെ കുറച്ച് ചെറിയുള്ളി വറുത്തെടുക്കുക. ഈ സമയത്ത് നമ്മൾ ഇളക്കാൻ മറക്കരുത്, കാരണം ശർക്കരയാണ്, അത് ഇപ്പം നല്ല പാനിയായിട്ട് നമുക്ക് കിട്ടണം. ഇനി നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള സാധനം നമ്മൾ ഇതേപോലെ സെപ്പറേറ്റ് മാറ്റി വെക്കുക. ഇതിന് ശേഷം നമ്മൾ അരച്ച മാവിലോട്ട് ഈ ശർക്കര ചൂടോടെ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ നല്ല ചൂടോടെ തന്നെ ഇതേപോലെ ഒരാളുടെ ഹെൽപ്പും കൂടെ ചോദിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇതേപോലെ അരിച്ച് ഒഴിച്ച് അതേ സമയത്ത് നമ്മൾ ഒപ്പം തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി കരിഞ്ഞു പോകാതിരിക്കാനുള്ള ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഇതേപോലെ നന്നായിട്ട് കുക്കർ നല്ലപോലെ ചൂടാക്കുക. എണ്ണ അതിനകത്ത് ഉണ്ടാവണം, ഇച്ചിരി തേങ്ങാക്കൊത്ത് ഉള്ളി ഉണ്ടാവണം. ഈ ബാറ്റർ നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നു. അതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇടുന്നു. ഇതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് 1 മിനിറ്റ് തുറന്ന് വെക്കുക. അതിനുശേഷം 15 മിനിറ്റ് കുക്കർ അടച്ച് വെച്ച് ഇത് വേവിക്കുക. ഈ സമയത്ത് വിസിലെടുത്ത് മാറ്റാൻ മറക്കരുത്. അതേപോലെ തന്നെ തീ നല്ലപോലെ കുറച്ച് വെക്കാനും മറക്കരുത്. ഇതിനുശേഷം നമ്മൾ കുത്തി നോക്കി വെന്തോ നോക്കിയിട്ട് സാധനം നമുക്ക് തണുത്ത് കഴിയുമ്പോൾ പുറത്തെടുക്കാം. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഞാനിത് തീ ആദ്യം കൂട്ടി വെച്ചുകൊണ്ട് കുറച്ച് അടിഭാഗം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്, ഇച്ചിരി കരിഞ്ഞ പോലെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അടിപൊളി സാധനമായിട്ട് എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം.